സൗഭാഗ്യത്തിൻ്റെ സൂര്യോദയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ മാത്രമല്ല, പാണ്ഡവന്മാർ പോലും അറിഞ്ഞിരുന്നില്ല. വിവാഹം നടന്നിട്ട് 1 മാസം പോലും കഴിഞ്ഞുമില്ല. ഹസ്തിനാപുരയിൽ നിന്ന് പിതാമഹനും ജ്യേഷ്ഠ പിതാവും ആദരവോടെ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. രഥങ്ങളും അശ്വങ്ങളും ദാസന്മാരും ദാസിമാരും സഹിതം പാണ്ഡവന്മാരുടെ ചിറ്റപ്പനും ഹസ്തിനാപുരത്തെ മന്ത്രിമുഖ്യനുമായ വിതുരനും എത്തി. പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നെന്നും എന്നെ വിവാഹം കഴിച്ചെന്നും അറിഞ്ഞ ജ്യേഷ്ഠപിതാവായ ധൃതരാഷ്ട്രരും അമ്മ ഗാന്ധാരിയും അത്യന്തമാനന്ദം അനുഭവിക്കുന്നു. സത്യവതി മാതാവും ആശീർവാദം അയച്ചിരുന്നു. ഹസ്തിനാപുര രാജ്യത്തെ ജനങ്ങളും കൗരവ സഹോദരന്മാരും ദ്രോണാചാര്യരും കൃപാചാര്യരും കൗരവ ബന്ധുവായ കർമ്മണനും പ്രത്യാശയോടെ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി വിപുലമായ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അരക്കില്ലത്തിലെ സംഭാഷണത്തിന് ശേഷം രാജവസുകളുടെ സ്നേഹവും സഹാനുഭൂതിയും പിന്തുണയുമെല്ലാം പാണ്ഡവന്മാർക്ക് ലഭിച്ചിരുന്നു. തിരിച്ചു ചെന്നാലുടൻ ധൃതരാഷ്ട്രർ പാണ്ഡവന്മാർക്ക് പകുതി രാജ്യം ദാനം ചെയ്യും. എന്നാൽ ഹസ്തിനപുരി സിംഹാസനത്തിൽ ധർമ്മരാജനായ യുധിഷ്ഠിരൻ ആരൂഢനാകണമെന്നാണ് പ്രജകളുടെ ആഗ്രഹിക്കുന്നത്. അതുവഴി രാജ്യത്തിന് നന്മയും ഉണ്ടാകും. ആര്യാവർത്തത്തിലെ സമസ്ത വീരന്മാരെയും പിന്നിലാക്കിക്കൊണ്ട് പാണ്ഡവന്മാർ സ്വന്തം ശൗര്യത്തിൻ്റെയും പൗരുഷത്തിൻ്റെയും ബലത്തിൽ എന്നെ സ്വന്തമാക്കി. തന്മൂലം ഹസ്തിനാപുരവാസികളുടെ മനസ്സിൽ പാണ്ഡവന്മാരുടെ അന്തസ് ശതഗുണീഭവിച്ചു. ഈ അവസരത്തിൽ ഹസ്തിനാപുരിയിലേക്ക് മടങ്ങിപ്പോകണമെന്നവർ തീരുമാനിച്ചു. അമ്മ കുന്തി പുത്രന്മാരുടെ സൗഭാഗ്യത്തിൽ പുളകിതയായി എന്നെ അഭിനന്ദിക്കുവാൻ തുടങ്ങി. ഇതെന്റെ സൗഭാഗ്യം, ഞാൻ സുലക്ഷണയാണ്. അതുകൊണ്ട് ഐശ്വര്യം കിട്ടി അലഞ്ഞു തിരിഞ്ഞ പാണ്ഡവന്മാർക്ക് ഐശ്വര്യം തിരികെ കിട്ടിയെന്ന്. പാഞ്ചാല ദേശം മുഴുവൻ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നു. ചതിയും ഗൂഢാലോചനയും നടത്തി പാണ്ഡവന്മാരെ മരണവക്രത്തോളം എത്തിച്ച അതേ ആളുകൾ പകുതി രാജ്യം കൊടുക്കാമെന്ന് സ്വയം സമ്മതിച്ച് രഥമയച്ചിരിക്കുന്നു. അത്ഭുതകരം തന്നെ. ഈ സംഭവത്തിന് പിന്നിലുള്ള അലൗകിക ശക്തി എൻ്റെ സൗഖ്യമില്ലാത്ത മറ്റെന്തായിരിക്കും? മായയും എല്ലാവരോടും ഇതുതന്നെ പറയുന്നു. ഭർത്താക്കന്മാർക്ക് രാജ്യം കിട്ടുന്നു, പോരാഞ്ഞ് എനിക്ക് പ്രശംസയും. ഞാൻ ആത്മവിസ്മൃതിയിലാണ്. ഞാൻ കാരണം പാണ്ഡവന്മാർക്ക് വീണ്ടും രാജ്യം ലഭിക്കുന്നു. അവരുടെ ധനവും മാനവും എല്ലാം തിരികെ കിട്ടുന്നു. ഇത്രയും ഓർത്ത മനസ്സിലൽപ്പം അഹംഭാവവും ഉണ്ടായിക്കാൻ. എൻ്റെ ഭാഗ്യ പതാക പാറിപ്പറന്നപ്പോൾ വിധി നിശബ്ദമായി പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് അറിയുവാൻ പാടില്ലായിരുന്നു. അറിയാമായിരുന്നുവെങ്കിൽ യുധിഷ്ഠിരനെ ഹസ്തിനാപുരത്തെ മായയിൽ മുഴുകുവാൻ അനുവദിക്കുമായിരുന്നു. ഹസ്തിനാപുരത്ത് മടങ്ങിപ്പോയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരവും ലജ്ജാനകവുമായ നാടകം അഭിനയിക്കേണ്ടി വരുമായിരുന്നില്ല. എന്നാൽ യുധിഷ്ഠിരൻ എൻ്റെ വാക്കുകൾ മാനിക്കുമായിരുന്നു. എൻ്റെ ഏതെങ്കിലും അഭിപ്രായം യുധിഷ്ഠിരൻ എന്തെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? അന്നും അദ്ദേഹം എൻ്റെ വാക്കുകൾ കേട്ടില്ല. കഷ്ടം, മനുഷ്യൻ എത്ര നിഷ്കളങ്കനാണ്. മുൻപിൽ കണ്ട സുഖം തേടുന്നതിനു വേണ്ടി ഭാവിയുടെ കഠോരമായ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് അവൻ അങ്ങേയറ്റത്തെ ദുരവസ്ഥ സ്വയം വിളിച്ചു വരുത്തുന്നു. അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വിടവാങ്ങി ഭർതൃഗൃഹത്തിലേക്ക് പോകുവാൻ എനിക്ക് വെമ്പലുണ്ടായി. ഭർതൃഗൃഹം കാണാമെന്ന പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛനെ ആശ്രയിച്ചു കഴിയുന്നതിൽ മനക്ലേശമുണ്ടായിരുന്നു. ഗോവിന്ദനും ബലരാമനും ദ്വാരകാപുരിയിലേക്ക് മടങ്ങിപ്പോകുവാൻ ഒരുങ്ങുകയായിരുന്നു. വിവാഹത്തിൽ പങ്കുകൊണ്ട ശേഷം അച്ഛൻ്റെ അഭ്യർത്ഥന മാനിച്ച് കുറച്ചു ദിവസം പാഞ്ചാല ദേശത്തേക്ക് തങ്ങുകയായിരുന്നു ഞാൻ. ഗോവിന്ദനോടും ബലരാമനോടുമൊപ്പം അർജുനനും ദ്വാരകയിലേക്ക് പോവുകയാണെന്നാണ് പ്രസ്താവിച്ചത്. നവവധുവിനെ വിട്ടിട്ട് സഖാവിൻ്റെ കൂടെ പോകത്തക്കവണ്ണം അർജുനന് ദ്വാരകയിൽ എന്താകർഷണമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഇക്കാര്യം അർജുനനോട് ചോദിച്ചു. ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അർജുനൻ ഇങ്ങനെയൊരു ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കുകയായിരുന്നുവെന്ന് തോന്നി. അദ്ദേഹം മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദ്വാരകയിൽ സഖാവല്ലാതെ മറ്റൊരാകർഷണവുമില്ല. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ദ്വാരകയിൽ എന്താ, നരകമായാൽ എന്താ, മനുഷ്യന് ജീവിക്കുവാൻ ഒരാകർഷണം വേണമല്ലോ എന്നാണ്. കുറഞ്ഞ പക്ഷം ഈ 2 വർഷം ക്ലേശമില്ലാതെ കഴിഞ്ഞുകൂടാമല്ലോ. ഇതിന് ഞാൻ എന്തു പറയും? അർജുനന്റെ പരിഭവം സ്വാഭാവികമായി. പക്ഷെ ഞാൻ നിസ്സഹായനാണ്. മൗനം പാലിക്കുകയും ഉചിതമാണെന്ന് ഞാൻ വിചാരിച്ചു. ഗോവിന്ദൻ ചുണ്ടുകടിച്ച് ചിരി അമർത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഭീമനും ഹിഡിംബിയുടെ അടുത്തേക്ക് പോകുന്ന കാര്യം പറയുകയായിരുന്നു. എന്നാൽ ഹസ്തിനാപുരത്തെ ക്ഷണം കിട്ടിയ ശേഷം ആ വിചാരം മാറ്റി. പഞ്ചപാണ്ഡവന്മാരെ ഒരുമിച്ച് സ്വീകരിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ കൗരവന്മാർക്ക് ആഹ്ലാദം വർദ്ധിക്കും. പാണ്ഡവന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ചിന്തിക്കും. ഈ അവസരത്തിൽ രാജ്യവാസികളെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. നോക്കൂ, സഹോദരന്മാർ തമ്മിൽ ഐക്യമില്ലാത്ത സ്ഥിതിക്ക് അവർ രാജ്യഭാരമേറ്റാൽ പ്രജകളിൽ ഐക്യമുണ്ടാക്കുവാൻ കഴിയുമോ? ഐക്യമില്ലെങ്കിൽ ബാഹ്യശത്രുവിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക സാധ്യമല്ല. ഭീമൻ സമൂഹ നന്മയ്ക്ക് വേണ്ടി പരിഭവം മറന്ന് തന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തി.
അർജുനൻ പാണ്ഡവന്മാരെ ഉപേക്ഷിച്ച് ദ്വാരകയിൽ ബന്ധുഭഗ്നിമാരുടെ ആതിഥ്യം സ്വീകരിക്കുവാൻ എങ്ങനെ പോകും? അർജുനൻ സ്ത്രൈണനാണ്. സ്ത്രീ സംഘം നഷ്ടപ്പെട്ടപ്പോൾ രാജ്യം ഉപേക്ഷിച്ച് അന്യ വീട്ടിൽ പോയി എന്ന് ആളുകൾ ആക്ഷേപിക്കും. മാത്രവുമല്ല, കൃഷ്ണ എന്ത് വിചാരിക്കും? അർജുനൻ പരിഭവത്തോടെ പറഞ്ഞു, ഇത്രയും വലിയ പ്രതിജ്ഞയെടുത്ത സമയത്ത് ഈ തീരുമാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തു തോന്നുമെന്ന് കൃഷ്ണ ആലോചിച്ചിരുന്നു. ഞങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞായിരുന്നു. അവൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് ഇഷ്ടമായാലും അല്ലെങ്കിലും ഒന്നും മിണ്ടാതെ അംഗീകരിക്കണമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഞാൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, ഇതെൻ്റെ തീരുമാനമല്ല, ഗോവിന്ദൻ്റെയാണ്. ഗോവിന്ദൻ എന്ത് ചെയ്താലും അത് നന്മയ്ക്കാണെന്ന് അങ്ങ് പറയാറുണ്ട്. ഗോവിന്ദൻ്റെ തീരുമാനത്തിന് ശേഷം മറ്റാരുടെയെങ്കിലും അഭിപ്രായം അറിയേണ്ട ആവശ്യമുണ്ടോ? അതിനാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ തീരുമാനം അംഗീകരിച്ചു. അപരാധമാണെങ്കിൽ ക്ഷമിക്കണം. ഗോവിന്ദൻ ഒന്നും അറിയാത്തവനെ പോലെ ആശ്ചര്യം ഭാവിച്ചു. കൃഷ്ണേ, അർജുനൻ എൻ്റെ പ്രിയ സഖാവാണ്. അദ്ദേഹത്തെ വിവാഹം ചെയ്തത് കാരണം നിങ്ങൾ എൻ്റെ പ്രിയ സഖിയായി തീർന്നു. എന്നാൽ സഖാവിൻ്റെ പിണക്കം തീർക്കുവാനുള്ള ഉപായമായി നിരപരാധിയായ ഈ ബന്ധുവിൻ്റെ മേൽ കുറ്റമാരോപിക്കുന്നത് എന്തിന്? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ വാർഷിക വ്യവസ്ഥ ഞാൻ എപ്പോഴാണ് നിർദ്ദേശിച്ചത്? നിങ്ങളുടെ പ്രിയ സഖി ഈ നിർദ്ദേശം വയ്ക്കുകയും മറ്റുള്ളവരെ പോലെ ഞാനും അതിനെ അനുകൂലിക്കുകയും ചെയ്തു. ഇതിൽ എൻ്റെ പങ്ക് എന്താണ്? സ്നേഹിതൻ തന്നെ ചിന്തിച്ചു നോക്കട്ടെ. അർജുന അതേ ഗാംഭീര്യത്തോടെ പറഞ്ഞു, പങ്ക് ആരുടേതായെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം പരിതസ്ഥിതി ഒരുപോലെ വിഷയമാണ്. ഹസ്തിനാപുരയിൽ അവിടെ ചെന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദ്വാരകയിൽ പോകുന്നതാണ് നല്ലത്. ഞാൻ പോയില്ലെങ്കിൽ കൂടി ഹസ്തിനാപുരയിൽ കൃഷ്ണയ്ക്ക് യുവറാണി എന്ന നിലയിൽ സ്വാഗതവും സത്കാരവും ലഭിക്കും. എന്നെ മാത്രം വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ കൃഷ്ണയ്ക്ക് ഹസ്തിനാപുരയിലെ ഭാവി റാണി എന്ന നിലയിൽ ഇത്ര വിപുലമായ സ്വീകരണവും ബഹുമാനവും ലഭിക്കുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൃഷ്ണ അമ്മയുടെ വാക്ക് മാനിച്ച് വലിയ ബുദ്ധിയായിപ്പോയി. അർജുനൻ പിണങ്ങി എന്നെ മുറിവേൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇതെല്ലാം പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കണ്ണുകൾ ബാഷ്പാചിതങ്ങളായി. എൻ്റെ വൈവശ്യം അർജുനൻ എങ്ങനെ മനസ്സിലാവും? ഹസ്തിനാപുരയിലേക്ക് പോകുവാൻ അർജുനനെ എങ്ങനെ സമ്മതിപ്പിക്കണം? അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ കൃഷ്ണ കാരണം പാണ്ഡവന്മാർ ചിതറിപ്പോയെന്ന വാർത്ത പരക്കും. മാത്രവുമല്ല, അർജുനനില്ലാത്ത ഹസ്തിനാപുരത്തെ രാജകൊട്ടാരത്തിൽ എനിക്ക് എന്ത് സുഖം ലഭിക്കും? അർജുനൻ്റെ ഈ പരിഭവം മാറ്റുവാൻ കൃഷ്ണനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. കൃഷ്ണനെ കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കുക അസാധ്യമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. മായ വിശദീകരിച്ചു, കൃഷ്ണൻ നമ്മളോടൊപ്പം വരികയാണെങ്കിൽ അർജുനൻ ദ്വാരകയിൽ പോകുമോ? അദ്ദേഹം തീർച്ചയായും കൃഷ്ണന്റെ പിന്നാലെ ഹസ്തിനാപുരത്തേക്ക് വരും. ഗോവിന്ദൻ എൻ്റെ അഭിപ്രായത്തെ മാനിച്ചു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബന്ധുപത്നിയുടെ അഭ്യർത്ഥനയ്ക്ക് മുന്നിൽ സ്വന്തം പത്നിയോടുള്ള മോഹം നിസാരമാണെന്ന് തോന്നും. ദ്വാരകയോടുള്ള ആകർഷണത്തെ ഹസ്തിനാപുരിയിലെ ആകർഷണം എന്ന് പിന്നോട്ട് വലിക്കുന്നു. ഹസ്തിനാപുരയിൽ പോവുക തന്നെ വേണം. എൻ്റെ മനസ്സ് ആമോദം കൊണ്ട് നിറഞ്ഞു. സഖാവിൻ്റെ രസികത്വം മോശമല്ല. ഇപ്പോൾ അർജുനന് ഗത്യന്തരമില്ലാതെയായി. കൃഷ്ണനില്ലാതെ ദ്വാരകയിൽ പോകുന്നത് എങ്ങനെ? ഞാൻ ഉള്ളാലെ മായയുടെ ബുദ്ധിയെ പ്രശംസിച്ചു. സ്വർഗം ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ സ്വപ്നരാജ്യം കണ്ടിട്ടുണ്ട്. അതിൽ ഹസ്തിനാപുരത്തെ കാൽപ്പനിക രൂപശോഭ കാണുവാൻ തുടങ്ങി. എന്നെങ്കിലും ഹസ്തിനാപുരത്തെ രാജാവാതുവാകുവാൻ കഴിയുമെന്ന കാര്യം ഞാൻ മറന്നിരുന്നു. എന്നാൽ ഇന്ന് യാദൃശ്ചികമായ ആ സ്വപ്നം എൻ്റെ കൈയിടയിൽ വന്നു. ധനധാന്യങ്ങളാൽ സമൃദ്ധമായ ഇന്ദ്രലോകം പോലെയാണ് ഈ ഹസ്തിനാപുരം. സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഇത്രയേറെ സമ്പത്തും സൗന്ദര്യവും നിറഞ്ഞ വേറെ ഏതെങ്കിലും രാജ്യം ആര്യാവർത്തത്തിലുണ്ടോ? എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ദുഃഖത്തിനും ദൈന്യതയ്ക്കും മാത്രമാണ്. എൻ്റെ മനസ്സ് അഭിമാനപൂരിതമായ എന്നെ യുവറാണിയായാലും ഭാവിയിലെ രാജ്ഞിയായും അംഗീകരിച്ചുകൊണ്ട് നൽകപ്പെടുന്ന സ്വീകരണ സത്കാരങ്ങൾ എത്ര ഗംഭീരമാണെന്ന് ഞാൻ ആലോചിച്ചു നോക്കി. ഇത്രയേറെ സുഖവും ബഹുമതിയും എനിക്ക് സഹിക്കുവാന്നതിലും വലിയ ഭാരമായി തീരുകയില്ലേ? സുഖം പ്രഹേളിയുടെ മൂടൽമഞ്ഞ് മാത്രമാണ് സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് അറിയുവാൻ പാടില്ലായിരുന്നു. മൂടൽമഞ്ഞിൻ്റെ ഈ ആവരണം മായുമ്പോഴേക്കും ജ്വലിക്കുന്ന ചൂടിൽ വൃക്ഷലതാദികൾ വാടിക്കരിയുന്നത് പോലെ ദുഃഖവും അപമാനവും എന്നെ ചുട്ടുപൊള്ളിക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു. ശുഭ്രവസ്ത്രം ധരിച്ച് ശുഭ്രകുസുമങ്ങൾ മുടിയിൽ ചൂടി അഷ്ടാലങ്കര ശോഭിതയായി ഞാൻ റാണിയുടെ അഹങ്കാരത്തോടും ഗാംഭീര്യത്തോടും വരുന്നു. എൻ്റെ രഥം മന്ദം മന്ദം മുന്നോട്ട് പോയി. പ്രിയസഖിമാരായ മായയും നിതംബിനിയും എൻ്റെ അടുത്തുണ്ടായിരുന്നു. എൻ്റെ രഥത്തിന് മുന്നിലായി ഗോവിന്ദൻ്റെയും ബലരാമൻ്റെയും രഥം പൊയ്ക്കൊണ്ടേയിരുന്നു. എൻ്റെ പിന്നിലായി 5 ഭർത്താക്കന്മാരുടെയും അവരുടെ പിന്നിലായി അമ്മ കുന്തിയുടെയും അലങ്കരിച്ച രഥങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. രാജവീതിയിൽ അസംഖ്യം സ്ത്രീ പുരുഷന്മാർ വിവിധ വാദ്യാഘോഷങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ മുൻപിൽ ആര്യാവർത്തത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ പുരുഷന്മാർ കൃഷ്ണനും ബലരാമനും,
എൻ്റെ പിന്നിൽ ധർമാത്മാക്കളും വീരന്മാരുമായ 5 ഭർത്താക്കന്മാർ. ജ്ഞാന നൈപുണ്യങ്ങളും നന്മ നിറഞ്ഞ ഹൃദയവുമുള്ള ചിന്താശീലവുമായ ശസ്ത്രു. കൃഷ്ണ എത്ര ഭാഗ്യവതിയാണ്. അണിഞ്ഞൊരുങ്ങിയ നാഗിര ഗംഗനന്മാർ താലിപ്പുലിയേന്തി വന്ദിച്ച് ഞങ്ങളുടെ രഥത്തിൽ നിന്നിറങ്ങി. 4 പാടിൽ നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായെന്ന് തോന്നി. ഹസ്തിനാപുരിയിൽ ആദ്യമായി കാലുകുത്തുമ്പോൾ എനിക്കൊരു തരത്തിലുള്ള ക്ലേശം ഉണ്ടാകരുതെന്ന് അവർ ഉറപ്പ് നൽകിയിരുന്നു. വാസ്തവത്തിൽ എനിക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പാടും അപമാനവും ഹസ്തിനാപുരത്തെ ഭണ്ഡാരത്തിൽ നിറച്ചു വരിച്ചിരുന്നിട്ടും കൗരവന്മാർ ആരംഭത്തിൽ അക്കാര്യം അത്യന്തം മിഥ്യവിധം ദീക്ഷിച്ചത് അപൂർവകരമായിരുന്നു. ഇത്രയും നല്ലൊരു ചടങ്ങ് ഏർപ്പാട് ചെയ്തതിൽ നൂറ്റവരെ അനുമോദിക്കുവാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. രഥത്തിൽ നിന്നിറങ്ങിയ ഉടൻ കൗരവ സഹോദരന്മാരെ കാണുവാൻ കഴിഞ്ഞു. കൗരവന്മാർ കാപട്യം കാണിക്കുകയായിരുന്നോ എന്തോ. എല്ലാവരും പ്രഫുല്ലവദനരായിരുന്നു. എങ്കിലും അവരുടെ മുഖത്ത് ലേശം ഖിന്നത വ്യാപിച്ചിരുന്നു. കണ്ണുകൾ സ്ഥിരമായിരുന്നു. അവരിൽ ഒരാൾ എന്നെ നിർമ്മനേഷം നോക്കിക്കൊണ്ടു നിന്നു. ആരാണയാ? ഈ ആനന്ദമുഖരിതമായ സന്ദർഭത്തിൽ വിഷാദത്തോടെ നിൽക്കുന്നത് ആരാണ്? മായ എൻ്റെ കാതിൽ പറഞ്ഞു, സഖി, അത് രാധേയനായ കർണനാണ്. സാരഥിയായ അധിരഥൻ്റെ മകൻ. സ്വയംവരത്തിൽ ജയിക്കുമായിരുന്നു. ക്ഷത്രിയ വംശത്തിൽ ജനിക്കാത്തതിൻ്റെ പേരിൽ ദൃഷ്ടദ്യുമ്നൻ അപമാനിച്ചു. പാവം, തൻ്റെ ജന്മത്തിന് ആർക്കെങ്കിലും സ്വയം ഉത്തരവാദിത്വമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജനനമാണ് അദ്ദേഹത്തിൻ്റെ ശൗര്യത്തിനും വീര്യത്തിനും പൗരുഷത്വനും ശാപമായി തീർന്നത്. മായയുടെ കളകൂജനം പോലെയുള്ള വാക്കുകൾ മനസ്സിനെ മോഹലസ്യത്തിലാഴ്ത്തി. അഭിശബ്ദമായ ഈ വീരനോട് മനസ്സിൽ സഹാനുഭൂതി നിറഞ്ഞു. ഒരാൾ ചിരിക്കുമ്പോൾ ആ ചിരിയുടെ ആനന്ദത്തിൻ്റെ കാരണമറിയാതെ മറ്റൊരാൾക്ക് ചിരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരാളുടെ കണ്ണുനീരും ശോകവും ദുഃഖവും കണ്ടിട്ട് അയാളുടെ വ്യഥയുടെ മൂലകാരണം അറിയാതെ തന്നെ നമുക്കും പെട്ടെന്ന് വ്യഥയുളവാകും. കണ്ണുകളിൽ ഈർണണി. വിഷാദം മഴ പോലെ മറ്റുള്ളവരെയും നയിക്കുന്നു. ആകാശം കണ്ണുനീർ പൊഴിക്കുമ്പോൾ ഭൂമിയുടെ വസ്ത്രാചാരം നനയുന്നു. സൂര്യനെ മേഘം മറച്ചാൽ ഭൂമിയിൽ കറുത്ത നിഴൽ ഇറങ്ങി വരും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ദുഃഖകാരണം അറിയാതെ തന്നെ എൻ്റെ മനസ്സ് വ്യഥ കൊണ്ട് ആർദ്രമായി. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ മുഖത്തെ ഖിന്നത എൻ്റെ മുഖത്ത് നിഴലടിക്കുവാൻ തുടങ്ങി. ഞാൻ ആലോചിച്ചു, കഷ്ടം, എന്തുകൊണ്ട് ഇദ്ദേഹം ക്ഷത്രിയനായില്ല, കുന്തിപുത്രനായില്ല? അങ്ങനെയായിരുന്നുവെങ്കിൽ സ്വയംവരത്തിൽ ജയിച്ചാലും ഇല്ലെങ്കിലും അപമാനനായി തീരുമായിരുന്നില്ലല്ലോ. അപൂർണതയിലെ അപമാനം ഏതു പുരുഷനും അത്യന്തം ക്ലേശകരമായിരിക്കും. അവസരം കിട്ടപ്പോൾ അന്നത്തെ അപമാനത്തിനെ വീരയുവാവിനോട് ക്ഷമ ചോദിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. വീരനെ യഥോചിത ബഹുമാനിച്ചില്ല എങ്കിൽ ഞാൻ വിദ്യാവതിയാണോ എന്നോ വിദൂഷിയാണെന്നോ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? കൃഷ്ണനും ബലരാമനും മുൻപേ നടക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ മേൽ പതിഞ്ഞു. കൗരവ സഹോദരന്മാർ 100 പേരും അവിടെ ഉണ്ടായിരുന്നു. അനേകം ആളുകൾ പുഷ്പാഞ്ജലി സഹിതം കൃഷ്ണന്റെയും ബലരാമന്റെയും പാദം തൊട്ടുവന്നിക്കുന്നുണ്ടായിരുന്നു. കർണനും പൂച്ചെണ്ടുമായി നിന്നു. കർണൻ പനിനീർ പൂക്കളുടെ ചെണ്ടാണ് കയ്യിൽ പിടിച്ചിരുന്നത്. ഇലകളും ഇളതണ്ടും ഉൾപ്പെടെ വിടർന്ന പുതുപൂതുക്കളും ചെണ്ട്. എൻ്റെ കൊതിയൂറുന്ന കണ്ണുകൾ അതിൽ തങ്ങി നിന്നു. മായ എൻ്റെ കാതിൽ പറഞ്ഞു, സഖി, അവിടത്തേക്ക് നീല പനിനീർ പൂക്കൾ പ്രേമാണെന്ന് പറഞ്ഞല്ലോ. കർണൻ എങ്ങനെ അറിഞ്ഞു? അവിടുത്തെ നോക്കൂ, ഉപഹാരം നൽകുന്നതിനു വേണ്ടി എത്ര ശ്രദ്ധയോടെ ശേഖരിച്ചു കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ പതുക്കെ പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ല, കൃഷ്ണനെ വന്ദിക്കുവാൻ വേണ്ടി എല്ലാവരും പുഷ്പാഞ്ജലിയുമായി നിൽക്കുകയാണ്. നീല നിറത്തിലുള്ള പനിനീർ പൂക്കൾ ശ്യാമവർണ്ണനായ കൃഷ്ണൻ അനുയോജ്യമാണെന്ന് കർണൻ വിചാരിച്ചിരിക്കാം. ഒരുപക്ഷെ കൃഷ്ണന്റെ കിരീടത്തിലെ ഈ പൂച്ചെണ്ട് തിരികെ വെച്ചെന്നും വരാം. മായയോട് അങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സത് അംഗീകരിച്ചില്ല. പൂച്ചെണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിലോ? ഞാൻ ഹൃദയത്തിൻ്റെ അമിതമായ സ്പന്ദനം ആയാസപ്പെട്ട് അമർത്തുവാൻ ശ്രമിച്ചു. ശുഭ്രവസ്ത്രവും ശുഭ്രപുഷ്പവും എനിക്ക് അത്യന്തം പ്രിയമുള്ളവയാണ്. എന്നാൽ നീല പനിനീർ പൂവ് അതെനിക്ക് പ്രാണന് തുല്യമാണ്. കർണൻ ഇതെങ്ങനെ മനസ്സിലാക്കി? സ്വയംവര സഭയിൽ അദ്ദേഹം എന്നെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയോ? അന്ന് ഞാൻ ശുഭ്രവസ്ത്രം ധരിച്ചിരുന്നു. ശുഭ്രപുഷ്പങ്ങളാൽ അലങ്കൃതയുമായിരുന്നു. മൂടിക്കെട്ടിൽ മുല്ലപ്പൂമാല ചുറ്റിക്കെടുക്കുകയായിരുന്നു. അതിൻ്റെ നടുവിൽ നിതുമ്പിനി ഒരു നീല പനിനീർപ്പൂവ് തിരികെ വെച്ചിരുന്നു. കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പൂമാലയും പനിനീർപ്പൂവ് കോത്തിരുന്നു. എൻ്റെ കയ്യിൽ നീല പനിനീർപ്പൂവിൻ്റെ ചെണ്ട് പിടിപ്പിച്ചിരുന്നു. സഭാമണ്ഡപത്തിലിരുന്ന് ഞാൻ മുഖം കുനിച്ചു. നീല പനിനീർപ്പൂ നോക്കിക്കൊണ്ടിരുന്നു. കർണൻ ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. ശുഭ്രശോഭ ആയിരുന്നുവെങ്കിലും നീല പനിനീർ പൂവിനോട് എനിക്കേറെ പ്രിയമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി കാണും. ശൗര്യവും വീര്യവും ഐശ്വര്യവും സൗന്ദര്യവും സദ്ഗുണങ്ങളും നിറഞ്ഞ പുരുഷൻ സ്ത്രീക്ക് അഭികാമ്യനാണ്. എന്നാൽ സ്ത്രീയുടെ മനസ്സുകൂടി അറിയുവാൻ കഴിവുള്ളയാൾ അഭികാമ്യൻ മാത്രമല്ല, ആരാധ്യൻ കൂടിയാണ്. സ്ത്രീയുടെ മനസ്സറിയാവുന്ന പുരുഷന്മാർ എത്രയുണ്ട്? എനിക്ക് നീലപ്പനിനീർ പൂവ് ഇത്ര പ്രിയങ്കരമാണെന്ന് എൻ്റെ 5 ഭർത്താക്കന്മാർക്കും അറിഞ്ഞുകൂടാ. യുധിഷ്ഠിരനോടൊപ്പം ഭാര്യയായി കഴിയുവാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായി.
എന്നിട്ടും അദ്ദേഹത്തിന് എൻ്റെ മനസ്സിലെ പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അവരിൽ ആരും തന്നെ ഒരിക്കൽ പോലും ഒരു നീലപ്പനിനീർ പൂവ് കൊണ്ടുവന്ന് തന്നിട്ടുമില്ല. ഈ പൂക്കൾ കർണൻ എനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നതാണോ? കൗരവന്മാർ കൃഷ്ണന്റെയും ബലരാമന്റെയും പാദങ്ങൾ പുഷ്പാർച്ചന നടത്തി പ്രണമിച്ചു. എന്നാൽ കർണനാകട്ടെ പൂച്ചെണ്ടും പിടിച്ച് പ്രതിമ പോലെ നിശ്ചലനായി നിൽക്കുകയായിരുന്നു. ഇമ വെട്ടാതെ എന്നെ തന്നെ വീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. ലജ്ജ മൂലം എൻ്റെ പാദങ്ങൾ മന്ദഗതിയിലായി. ഈ നീലപ്പനിനീർ പൂക്കൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ? ചുറ്റിനും പുഷ്പവൃഷ്ടി നടക്കുന്നു. ഞാൻ മുന്നോട്ട് നീങ്ങുവാൻ ശ്രമിക്കും. അപ്പോൾ നീലപ്പനിനീർ പൂക്കൊണ്ട് എൻ്റെ പാദങ്ങൾ തൊട്ട് വന്നു വീണു. നിമിഷ നേരത്തേക്ക് ഞാൻ നിശ്ചലയായി തീർന്നു. അത് എടുത്താലോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴേക്കും കാലുകൾ മുന്നോട്ട് നീങ്ങി നേരെ പൂച്ചണ്ടിൽ പതിഞ്ഞു. ഹോ, ഞാൻ പതുക്കെ പറഞ്ഞു. പനിനീർ ചെടിയുടെ മുള്ളുകൊണ്ടതിൻ്റെ വേദനയായല്ല, നീലപ്പനിനീർ പൂവിൻ്റെ മൃദുതലങ്ങൾ ചതഞ്ഞറിഞ്ഞ വേദനയാണിത്. അടുത്ത നിമിഷം കാലിൽ വേദന അനുഭവപ്പെട്ടു. എന്തു പറ്റിയെന്ന് ആരാഞ്ഞുകൊണ്ട് മായ പെട്ടെന്ന് കുനിഞ്ഞു എൻ്റെ പാദം അവളുടെ കൈവെള്ളയിലാക്കി. എൻ്റെ പാദത്തിൽ മുള്ളു തറച്ചിരുന്നു. കർണൻ ലജ്ജിതനും ചഞ്ചലനചിത്തനുമായി. മായ വളരെ പതുക്കെ എൻ്റെ കാലിൽ നിന്ന് മുള്ളു നീക്കം ചെയ്തു. ഒരു തുള്ളി രക്തം എൻ്റെ കാലിന്മേൽ ഉറഞ്ഞത്. വേദനയാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കർണൻ മായയുടെ അടുത്തു വന്നു പറഞ്ഞു, രാജവതി വധുവിനോട് ഞാൻ ക്ഷമ ചോദിക്കാം. ഞാൻ മനഃപൂർവ്വം അവരെ വേദനിപ്പിച്ചിട്ടില്ല. മനഃപൂർവ്വം എല്ലാവരുടെയും മുൻപിൽ വെച്ച് വേദനിപ്പിക്കുന്നത് എത്ര ക്ലേശകരമാണെന്ന് എനിക്കറിയാം. എൻ്റെ സ്നേഹോപകാരം രാജവധുവിനെ മുറിവേൽക്കിച്ചല്ലോ. മനസ്സിലെ ജ്വാലയേക്കാൾ ശരീരത്തിലെ ജ്വാല എത്രയോ ലഘുവായിരിക്കുമെന്ന വിചാരത്തോടെ അവർ എനിക്ക് മാപ്പ് തരും. ആൾക്കൂട്ടത്തിലെ ആരവത്തിലും ആഹ്ലാദത്തിനും എതിർപ്പുള്ള കോഹലത്തിലും ഈ നടന്നതൊന്നും മറ്റാരും ശ്രദ്ധിച്ചില്ല. മായ മാത്രമായിരുന്നു ഏകസാക്ഷി. സ്വയംവര സഭയിൽ കർണനെ അപമാനിച്ചത് എൻ്റെ ആഗ്രഹത്താലാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ വിചാരിച്ചുവെങ്കിൽ അദ്ദേഹത്തെ ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമായിരുന്നുവല്ലോ. മായ പറഞ്ഞു, കർണൻ മഹാപുരുഷനാണ്, എന്നാൽ അഹങ്കാരിയുമാണ്. ഇത്ര വലിയ അപമാനത്തിൻ്റെ ജ്വാല അദ്ദേഹത്തിന് മറക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പ്രതികാരത്തിൻ്റെ ആദ്യപടിയായി സഖിയുടെ പാദം രക്താഭാവമായി. അടുത്തപടിയായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താകുമെന്ന് ആർക്കറിയാം? സഖി, അന്ന് കർണന്റെ വീരത്വത്തെ ഉദാരമായി അംഗീകരിച്ചിരുന്നെങ്കിൽ 5 ഭർത്താക്കന്മാരെ വരിക്കേണ്ട സ്ഥിതിയും സംജാതമാകുമായിരുന്നില്ല. മായയുടെ വാക്കുകൾ സത്യമായിരുന്നുവെങ്കിലും എനിക്കുള്ളിൽ പരിഭവം തോന്നി. ഇവൾ കൂടെ കൂടെ എൻ്റെ മനസ്സിനെ ദുർബലവും ചഞ്ചലവും ലക്ഷ്യഭ്രഷ്ടവുമാക്കുന്നത് എന്തിനാണ്? സംഭവിക്കാത്തതിനെ ചൊല്ലി എൻ്റെ മനസ്സ് കലുഷിതമാകുന്നത് എന്തിന്? ഞാൻ കർണനിൽ നിന്നും നോട്ടം പിൻവലിച്ച് കൃഷ്ണന്റെ പാദങ്ങളെ പിന്തുടർന്നു. മായയുടെ വാക്കുകൾ സത്യമായിരുന്നുവെങ്കിലും എനിക്കുള്ളിൽ പരിഭവം തോന്നി. ഇവൾ കൂടെ കൂടെ എൻ്റെ മനസ്സിനെ ദുർബലവും ചഞ്ചലവും ലക്ഷ്യഭ്രഷ്ടവുമാക്കുന്നത് എന്തിനാണ്? സംഭവിക്കാത്തതിനെ ചൊല്ലി എൻ്റെ മനസ്സ് കലുഷിതമാക്കുന്നത് എന്തിന്? ഞാൻ കർണനിൽ നിന്നും നോട്ടം പിൻവലിച്ച് കൃഷ്ണന്റെ പാദങ്ങളെ പിന്തുടർന്നു. മായയുടെ വാക്കുകൾ സത്യമായിരുന്നുവെങ്കിലും എനിക്കുള്ളിൽ പരിഭവം തോന്നി. ഇവൾ കൂടെ കൂടെ എൻ്റെ മനസ്സിനെ ദുർബലവും ചഞ്ചലവും ലക്ഷ്യഭ്രഷ്ടവുമാക്കുന്നത് എന്തിന്? ഹസ്തിനാപുരത്തെ രാജവധു കൃഷ്ണ ഓരോരുത്തരും പറയുന്നത് കേട്ട് അനാവശ്യമായ ചിന്തകൾക്ക് അടിമപ്പെടുന്നത് ഉചിതമല്ല. കർണൻ അഹങ്കാരിയാണെങ്കിൽ ഞാനും ഒട്ടും പിന്നിലല്ല. അദ്ദേഹം വസുസേനാണെങ്കിൽ ഞാൻ യജ്ഞസേനിയാണ്. തീയിൽ കുരുത്തവൾ വെയിലത്തു വാടുമോ? ഹസ്തിനാപുരിയിലെ പകുതി രാജ്യമായ ഖാണ്ഡവപ്രസ്ഥം ധൃതരാഷ്ട്രർ പാണ്ഡവന്മാർക്ക് നൽകി. ഖാണ്ഡവപ്രസ്ഥത്തിൽ താമസിക്കുവാൻ കൊള്ളാവുന്ന ഒരു വീട് പോലും ഇല്ലായിരുന്നു. ഞാൻ ഹസ്തിനാപുരത്തെ സുഖഭോഗങ്ങളോ ഐശ്വര്യമോ രാജകൊട്ടാരമോ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചത് ഹസ്തിനാപുരത്തെ രാജവധു എന്ന നിലയിലുള്ള അധികാരവും അംഗീകാരവും മാത്രവുമായിരുന്നു. അതെനിക്ക് ലഭിച്ചു. ഖാണ്ഡവപ്രസ്ഥത്തിലെ കുടിലുകളും സൗഖ്യം ലഭിക്കും, പൂർണ്ണത ലഭിക്കും. കൃഷ്ണന്റെ സഖാക്കൾക്ക് ഖാണ്ഡവപ്രസ്ഥത്തെ ഇന്ദ്രപ്രസ്ഥമാക്കി മാറ്റുവാൻ എത്ര നേരം വേണോ? ഏതാനും നാളുകൾക്കുള്ളിൽ ഇന്ദ്രപ്രസ്ഥത്തിലെ ഐശ്വര്യവും സൗന്ദര്യവും നവനിർമ്മിതമായ നഗരത്തിന്റെ ശോഭയെ ഹസ്തിനാപുരത്തെ ഉല്ലംഘിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജസദസ് ഏറ്റവും അധികം ആകർഷണീയവുമായിരുന്നു. ഖാണ്ഡവപ്രസ്ഥം കത്തിയെരിഞ്ഞപ്പോൾ അർജുനന്റെ ദയയാൽ ദാനവനായ മയൻ രക്ഷപ്പെട്ടു. കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ വേണ്ടി മയൻ ശ്രീകൃഷ്ണനുമായി ആലോചിച്ച് യുധിഷ്ഠിരന്റെ അനുമതിയോടുകൂടി സഭാമന്ദിരം പണിയിച്ചു. ഭൂമിയിൽ ഒരു രാജ്യത്തും ഇങ്ങനൊരു സഭാമന്ദിരം ഉണ്ടായിട്ടില്ല. 4000 കോലാൽ വിസ്തരമുള്ള ഭൂമിയിൽ 70 കോൽ നീളവും വീതിയുമുള്ള സഭാമന്ദിരം നിർമ്മിക്കപ്പെട്ടു. ഭിത്തിയിലും മച്ചിലും രത്നങ്ങൾ പതിച്ചിരുന്നു. തറയിലും മുത്തുസ്ഫടികവും പതിച്ചിരുന്നു. മച്ചിലെ രത്നങ്ങളും മാണിക്യവും ആകാശത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളെയും പോലെ തിളങ്ങി. അതീവ ചാതുര്യത്തോടെയാണ് മച്ചിന് നിറം പൂശിയിരുന്നത്. പ്രഭാതത്തിലെയും സന്ധ്യയിലെയും ആകാശത്തിൻ്റെയും നിറം പോലെ മച്ചിൻ്റെ നിറവും വെയിലത്തിനനുസരണമായി ആനനിമിഷം മാറിക്കൊണ്ടേയിരുന്നു.
കെട്ടിടത്തിനുള്ളിൽ ഇരിക്കുമ്പോഴും തുറന്ന ആകാശത്തിന് കീഴിൽ ഇരിക്കുകയാണെന്ന തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാകുമായിരുന്നു. സ്ഫടിക നിർമ്മിതമായ തറ ജലം പോലെ സ്വച്ഛമായിരുന്നു. മച്ചിലുണ്ടായിരുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതിൽ പ്രതിഫലിച്ച് മനസ്സിൽ വെള്ളമാണെന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കുമായിരുന്നു. ഭിത്തികളിൽ അലങ്കരിച്ചു വെച്ചിരുന്ന ദർപ്പണങ്ങൾ മൂലം രാജസദസ്സിലെ കാര്യവിചാരണ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പ്രതിബിംബം കാണികൾക്ക് ഇരുവശവും കാണുവാൻ കഴിയുമായിരുന്നു. മുൻപിൽ സാക്ഷാൽ മഹാരാജാവ്, പിന്നിൽ ദർപ്പണത്തിൽ മഹാരാജാവിൻ്റെ പ്രതിബിംബം. രാജസദസ്സിലിരിക്കുന്ന വ്യക്തികൾക്കും യുധിഷ്ഠിരൻ്റെ വ്യക്തിത്വത്തിൽ ഒഴുകാതിരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. സഭാമന്ദിരത്തിൻ്റെ മുൻപിൽ ഉദ്യാനത്തിൽ പൂച്ചെടികളുടെ കൂട്ടം. ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണ നിർമ്മിതമായ ചെടികളിൽ രക്തവും മാണിക്യവും കൊണ്ടുള്ള പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ സ്വപ്നലോകത്തിലെ ഉദ്യാനത്തിൽ സുഖസൗഭാഗ്യങ്ങളുടെ പുഷ്പങ്ങൾ കൊണ്ട് രത്നവും മാണിക്യവുമായി അടർന്നു വീണതുപോയതുപോലെ എന്ന് തോന്നും. ഉദ്യാനത്തിൻ്റെ നടുവിലായി സ്വർണ്ണ നിർമ്മിതമായ വേലി കെട്ടിത്തിരിച്ച് സരസ്. അതിൻ്റെ പടികളിൽ സ്ഫടിക നിർമ്മിതം. സരസിൽ സ്വർണ്ണ താമരകൾ അലങ്കരിച്ച് വെച്ചിരുന്നു. വജ്രത്തിൻ്റെയും ഇന്ദ്രനീലത്തിൻ്റെയും കൃതി മത്സ്യങ്ങൾ നീന്താൻ ഒരുങ്ങിയിരുന്നു. സ്വർണ്ണ ഭിത്തിയോട് ചേർന്ന വെണ്ണക്കല്ലിൻ്റെ പാളികൾ, അവയിൽ മൂത്തുകൾ തിളങ്ങിയിരുന്നു. അവയിൽ അടത്തിട്ട് കാണത്തക്കവണ്ണം സ്വച്ഛമായ ജലം നിലനിർത്തിയിരുന്നു. ജലത്തിൻ്റെ അടിത്തട്ട് കാണത്തക്കവണ്ണം അവയിലൂടെ സഞ്ചരിക്കുവാൻ ലഗ്നചികിതമായ നൗക ഒരിടത്ത് കെട്ടിക്കിടന്നിരുന്നു. സഭാമന്ദിരത്തിൻ്റെ നടുക്കായി യുധിഷ്ഠിരനിരിക്കുവാൻ നിർമ്മിച്ച സിംഹാസനത്തിൻ്റെ നിർമ്മാണ ചാരുതിരിയും സൗന്ദര്യവും വർണ്ണനാതീതമായിരുന്നു. സ്വർഗത്തിലെ ഇന്ദ്രൻ പോലും ഈ സിംഹാസനം കണ്ടാൽ മോഹിച്ച് താഴെ ഇറങ്ങി വരും. സഭാമന്ദിരത്തിന് ശീതള ഛായ പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി ഫലപുഷ്പങ്ങൾ നിറഞ്ഞ നാനാതരം വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അന്തരീക്ഷത്തിൽ പുഷ്പഗന്ധം നിറഞ്ഞു നിന്നു. കാണ്ഡവപ്രസ്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥം പോലെയുള്ള ഈ സഭാമന്ദിരം കണ്ട ആളുകൾ ഇതിനെ ഇന്ദ്രപ്രസ്ഥം എന്ന് വിളിച്ചു തുടങ്ങി. യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജസിംഹാസനത്തിൽ അഭിവീക്ഷിതനായി. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയുമായി. ഇന്ദ്രപ്രസ്ഥത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 5 സഹോദരന്മാരും മനസ്സർപ്പിച്ചു. നിർമ്മാണം പൂർത്തിയായപ്പോൾ പാണ്ഡവന്മാർക്കുണ്ടായ പ്രസന്നത അതിരറ്റതായി. കൗരവന്മാർ അസൂയാകലുഷിതരായി. ഹസ്തിനാപുരത്തെ അനേകം വിദ്വാൻമാരും പ്രജകളും യുധിഷ്ഠിരന്റെ ധർമ്മരാജ്യത്തിൽ ആശ്രയം തേടിയെത്തി. പുതിയ സഭാമന്ദിരത്തിന്റെ പ്രതിഷ്ഠാന ദിനം പ്രഖ്യാപിക്കപ്പെട്ടു. പ്രതിഷ്ഠയോടനുബന്ധിച്ച് വിശാലമായ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് ശങ്കാകുലമായി. വാസ്തുബലി ദിവസം 10,000 ബ്രാഹ്മണർക്ക് ഭക്ഷണം, പുതുവസ്ത്രം, ദാനം, ദക്ഷിണ മുതലായവ നൽകുവാൻ തീരുമാനിച്ചു. എന്നാൽ അതിൻ്റെ പേരിൽ കൗരവന്മാരെയും അവരുടെ ബന്ധുവായ കർണനെയും ജാമാതാവായ ജയദ്രഥൻ മുതലായ ബന്ധുക്കളെയും ക്ഷണിക്കുന്നതിനെ ഞാൻ അനുകൂലിച്ചില്ല. ദുഷ്ടന്മാരും അസൂയാകക്ഷികളുമായ ആളുകളെ സ്വന്തം ഐശ്വര്യം പ്രദർശിപ്പിക്കുന്നത് വിജ്ഞന്മാർക്ക് ചേർന്ന പണിയല്ല. ഇതുപോലെ ശത്രുത വർദ്ധിക്കുകയുള്ളൂ. ആനന്ദത്തിനു വേണ്ടിയാണ് ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത്, അസൂയയും ദുഃഖവും പ്രകടിപ്പിക്കുവാനുമല്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ സഭാഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാ മഹോത്സവം കൗരവന്മാർക്ക് കഠിന ദുഃഖം പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ യുധിഷ്ഠിരനോട് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു: വാസ്തുബലി കർമ്മത്താൽ സജ്ജനങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അതിഥികളെ വസ്തരിക്കുക സാധ്യമല്ല. അതിനും പുറമെ കൗരവന്മാരെ ക്ഷണിക്കാതിരുന്നാൽ ആളുകൾ എന്തു പറയും? ബന്ധുക്കളോട് നല്ല രീതിയിൽ പെരുമാറാതെ എങ്ങനെ സ്വജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കും? ആർക്കെങ്കിലും അസൂയ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഈ ലോകത്ത് ആനന്ദോത്സവങ്ങൾ ഇല്ലാതാകുമോ? അസൂയ കലുഷിതർ എന്നും ദുഃഖിതരായി കഴിയും. കൗരവന്മാരെ ക്ഷണിച്ചെങ്കിൽ പോലും അവർ ഹസ്തിനാപുരിയിൽ ഇരുന്ന് എല്ലാ വിവരങ്ങളും പറയും. കൂടുതൽ അസൂയാകുലക്ഷിതരാകുകയും ചെയ്യും, കൂടുതൽ ദുഃഖിതരാവും. അതിനാൽ ക്ഷണിച്ച് സൗഹാർദ്ദം സ്ഥാപിക്കുകയാണ് ഉചിതം. യുധിഷ്ഠിരന്റെ യുക്തികൾ ഖണ്ഡിപ്പിടിക്കുവാൻ പറ്റാത്തവയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു തീരുമാനമെടുത്താൽ അത് തെറ്റായാലും ശരിയായാലും സ്ത്രീ ബുദ്ധിക്കനുസരിച്ച് മാറ്റം വരുത്തുകയില്ല. അതറിയാവുന്നതുകൊണ്ട് ഞാൻ മൗനം പാലിച്ചു. കൗരവന്മാരോടൊപ്പം അവരുടെ ഉറ്റമിത്രമായ അംഗരാജാവ് വൈകൃതനൻ കർണൻ എന്തിനു വരണം? വന്നാൽ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആഹാരം വിളമ്പിക്കൊടുക്കണം. കൗരവന്മാർ എൻ്റെ അനുജന്മാരാണ്, എൻ്റെ ഭർത്താവുമായി രക്തബന്ധമുള്ളവർ, സ്വന്തം വീട്ടിലെ ആളുകൾ. ആ നിലയ്ക്ക് അവരെ സത്കരിക്കാം. എന്നാൽ കർണൻ കുടുംബത്തിന് പുറത്തുള്ള ആളാണ്. വരികയാണെങ്കിൽ അതിഥമന്ദിരത്തിൽ താമസിക്കട്ടെ. പരിചാരികമാർ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. എന്തുകൊണ്ടെന്നറിയുവാൻ വയ്യ. ആ മനുഷ്യനെ അഭിമുഖീകരിക്കുന്നത് എനിക്ക് മുഴുവൻ വെറുപ്പാണ്. ആ സുന്ദരമായ കണ്ണുകളിൽ ലോകത്തെ മുഴുവൻ വെറുപ്പും പ്രതികാരവും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുന്നു. അപരാധിയായി എൻ്റെ മനസ്സ് അദ്ദേഹത്തെ നേരിടുവാൻ മടിക്കുന്നു. കർണനെ സത്കരിക്കുന്നതിൽ യുധിഷ്ഠിരൻ്റെ ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ പ്രകടിപ്പിക്കുന്നത് എനിക്കിഷ്ടമായില്ല. അക്കാര്യം ഞാൻ മായയോട് പറയുകയും ചെയ്തു. എന്നാൽ കർണൻ പുറത്തുള്ള ആളല്ലെന്ന് മായ എന്നെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹവും പാണ്ഡവ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് കുന്തിദേവിയുടെ സന്തോഷത്തിനും വേണ്ടിയാണ് യുധിഷ്ഠിരനെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. മായയുടെ വാക്ക് കേട്ടപ്പോൾ കുറച്ചു ദിവസം മുൻപുണ്ടായ ഒരു സംഭവം ഓർമ്മ വന്നു. കാണ്ഡവപ്രസ്ഥത്തിലെ പണികൾ നടക്കുന്ന കാലം ഒരു ദിവസം കുന്തിദേവി എൻ്റെ ബാല്യകാല സഖിയായ രാധയുടെ വീട്ടിൽ പോകുവാൻ എന്നെ വിളിച്ചു.
സാരഥിയായ അധിരഥന്റെ ഭാര്യ രാധയുടെ വീട്ടിൽ ഹസ്തിനാപുരത്തെ രാജമാതാവായ കുന്തി പോകുന്നത് അസ്വാഭാവികമായി എനിക്ക് തോന്നി. രാജമാതാവിന് വേണമെന്നുണ്ടെങ്കിൽ തേരാളിയുടെ ഭാര്യയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാമായിരുന്നല്ലോ. എന്നിട്ടും എന്തുകൊണ്ട്? കൂടെ എന്നെയും കൊണ്ടുപോയി മറ്റനേകം ഉപകരണങ്ങളും കൊണ്ടുപോയി. രാധ ചെറിയമ്മ ആനന്ദഭരിതയായി എന്നെ ആശീർവദിച്ചു. പല കാലങ്ങളും ചർച്ച ചെയ്തു. കുന്തിയെ നമസ്കരിക്കുവാൻ കർണനെ വിളിച്ചു. ഞാൻ വന്ന വിവരം പറയുവാൻ രാധ അടുത്ത മുറിയിൽ പോയപ്പോൾ കുന്തി പതിഞ്ഞ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, എനിക്കൊരു മകൻ കൂടിയുണ്ട്. യുധിഷ്ഠിരനേക്കാൾ മൂത്തവൻ, കാണാൻ സുന്ദരൻ, വീരനുമാണ്. രാധയുടെ വളർത്തുമകനായതിനാൽ ന്യായമായ പല അവകാശങ്ങളും അവൻ നിരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവന് നിന്നെ കിട്ടാതെ പോയത്. അല്ലായിരുന്നെങ്കിൽ അവൻ തീർച്ചയായും ലക്ഷ്യം ഭേദിക്കുമായിരുന്നു, സംശയമില്ല. ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ആരാണ് കുന്തിയുടെ ആ വീരപുത്രൻ? കർണൻ തന്നെയല്ലേ? പക്ഷെ കർണൻ എങ്ങനെ കുന്തിപുത്രനാവും? എൻ്റെ സംശയം ദൂരീകരിക്കുന്നതിനായി അമ്മ പറഞ്ഞു, അതെ, കർണൻ എൻ്റെ പുത്രനാണ്, ധർമ്മപുത്രൻ. 5 പാണ്ഡവ സഹോദരന്മാരെയും വീക്ഷിക്കുന്നത് പോലെ ധാർമ്മികമായ കർണനെയും വീക്ഷിക്കാം. എന്നാൽ തേരാളിയുടെ വളർത്തുമകനായതാണ് അവൻ്റെ ദുർഭാഗ്യം. അമ്മയുടെ തൊണ്ടയിടറി. ഞാൻ അത്ഭുത സ്തബ്ധയായിരുന്നു. അമ്മ വീണ്ടും പറഞ്ഞു, കർണൻ ഇങ്ങനെ എൻ്റെ പുത്രനായെന്ന് നീ ആലോചിക്കുന്നുണ്ടാവും. അവൻ അവൻ്റെ ധർമ്മപുത്രനാണ്. ഞാൻ അവനെ ധർമ്മപുത്രൻ എന്ന നിലയിൽ സ്വീകരിച്ചു. ധർമ്മപുത്രൻ്റെ സ്ഥാനം പ്രസവിച്ച മകൻ്റേതിനേക്കാൾ ഉയർന്നതാണ്. അതിനാൽ എൻ്റെ മനസ്സിൽ അവനോടുള്ള വാത്സല്യം പാണ്ഡവന്മാരോടുള്ളതിനേക്കാൾ ഒട്ടും കുറവില്ല. ഞാൻ മൗനമായിരുന്നു. 5 പുത്രന്മാരുള്ളപ്പോൾ അമ്മ എന്തിനാണ് 6മതൊരുവനെ ധർമ്മപുത്രനായി സ്വീകരിച്ചത്? കർണനാണെങ്കിൽ കൗരവന്മാരുടെ ഉറ്റമിത്രോ? കുന്തിദേവി എൻ്റെ ആശ്ചര്യം മോഹിച്ച് മനസ്സിലാക്കി. സഹാനുഭൂതി നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, പാവം കർണൻ ഏതോ കന്യകയുടെ സന്തതിയാണ്. സമൂഹത്തിൻ്റെ വെറുപ്പും ലോകഭവവാദവും ഭയന്ന് ആ ഭാഗ്യം കെട്ടവൾ കുട്ടിയെ വളർത്തുന്നതിന് പകരം വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞു. ആ കുഞ്ഞിനെ രാധയുടെ ഭർത്താവ് അധിരഥൻ എടുത്തു വളർത്തി. വസിഷ്ഠൻ എന്ന് പേരിട്ടു. സന്താനഹീനനായിരുന്ന രാധ മാതൃവാത്സല്യം നൽകി കർണനെ വളർത്തി. എന്നാൽ ശപിക്കപ്പെട്ട ജന്മമായതുകൊണ്ട് മൂലം ഓരോ ചുവടുവയ്പിലും കർണൻ അപമാനം സഹിക്കേണ്ടി വന്നു. ന്യായമായ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അവൻ്റെ പൗരുഷവും ശൗര്യവും ആത്മാഭിമാനവും അനുപദം പഠിച്ച് മലർത്തിയടിച്ചു. കുന്തിപുത്രനായതുമൂലം പഞ്ചപാണ്ഡവന്മാർക്ക് ലഭിച്ച സൗകര്യങ്ങളും ബഹുമാനവും പാണ്ഡവന്മാർക്ക് തുല്യനായിട്ടും ഇന്നോളം കർണന് ലഭിച്ചിട്ടില്ല. കർണൻ്റെ കഥകൾ കേട്ട് കേട്ട് എൻ്റെ മനസ്സ് കാരുണ്യവും വാത്സല്യവും കൊണ്ട് നിറയുന്നു. എന്തുകൊണ്ടെന്നറിയില്ല, പ്രഥമ ദർശനത്തിൽ തന്നെ കർണനോട് എൻ്റെ മാതൃഹൃദയത്തിൽ വാത്സല്യം വഴിഞ്ഞൊഴി. കർണൻ തീർച്ചയായും ഒരു രാജകുമാരനോ ശാപപ്രസ്തകനായ ദേവകുമാരനോ ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഏതെങ്കിലും ദേവൻ്റെ ആശീർവാദത്തോടെ മനുഷ്യരൂപം പണ്ട് ഭൂമിയിൽ അവതരിച്ചതായിരിക്കും. ഈ മനുഷ്യദേഹമാണ് എൻ്റെ ശാപം. അവൻ്റെ ദേവപിതാവ് അവനെ പരിചയപ്പെടുത്തുവാനായി ഒരിക്കലും ഭൂമിയിൽ എത്തുകയില്ല. തന്മൂലം ജീവിതകാലം മുഴുവൻ കർണനെ തൻ്റെ പിതാവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇവനെക്കുറിച്ച് മടിയിലിരുത്തി താലോലിച്ചിരിക്കുമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അപമാനം സഹിച്ച് കഴിയേണ്ടിയും വരും. എത്ര സന്താനങ്ങളെ കിട്ടിയാലും വാത്സല്യ ജലത്തിന് കുറവുണ്ടാവുകയില്ല. എന്നാൽ കർണൻ അഹങ്കാരിയും അഭിമാനിയും വികാരലോലനുമാണ്. അവൻ എൻ്റെ മടങ്ങിയിൽ കർമ്മം ഒരുവനെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുവാനാണ് കർണൻ്റെ ശ്രമം. കർമ്മത്തിലൂടെയും കർത്തവ്യത്തിലൂടെയും തൻ്റെ പൗരുഷത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുവാൻ പ്രതിജ്ഞാബദ്ധനുമാണ്. കുന്തി ക്രമേണ വികാരതീതി ആയിക്കൊണ്ടേയിരുന്നു. അവരുടെ പ്രശാന്ത നയനങ്ങളിൽ ആർദ്രതമായി. അവരുടെ ഹൃദയത്തിൽ വിശാലത ആ കണ്ണുകളിൽ തിളഞ്ഞു. സ്ത്രീ അമ്മയായി മാറുമ്പോൾ എത്ര ഉദാരമതിയും മൃദുല മനസ്കയുമായി തീർന്നു. ഞാൻ സ്ത്രീയാണ്. കർണൻ്റെ വിഷാദപൂർണമായ ജീവിതകഥ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. എന്നാൽ എൻ്റെ ഹൃദയസ്പന്ദനം കുന്തിയോട് ഒന്നിച്ചു ചേർന്ന് ഏകാഗ്രമായി തീർന്നില്ല. ഞാൻ അമ്മയായില്ല. എന്നാൽ മറ്റൊരാളുടെ സന്താനത്തിനു വേണ്ടി അമ്മ കുന്തിദേവിയെപ്പോലെ എൻ്റെ ഹൃദയത്തിൽ സ്നേഹിതത്തിൻ്റെ മന്ദാകിനി ഉറവെടുത്തു. അതുകൊണ്ട് തന്നെ കുന്തിദേവിക്ക് കർണനോടുള്ള വാത്സല്യവും കരുണയും എനിക്ക് അസ്വാഭാവികമായി തോന്നി. മായ പറഞ്ഞു വിട്ട കർണൻ്റെ ജീവിതകഥ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ആ സംഭവത്തിന് ശേഷമാണ് കുന്തിദേവി കർണനെ ധർമ്മപുത്രനായി സ്വീകരിച്ചത്. കർണനോടുള്ള അധമ്യമായ വാത്സല്യവും മമതയും എല്ലാവരും കാണെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അന്ന് മായയുടെ വാക്കുകൾ വിശ്വസിക്കുവാൻ തോന്നിയില്ല. ഇന്നെല്ലാം ഒരുമിച്ച് ചേർത്ത് നോക്കുമ്പോൾ രാജകുമാരന്മാരുടെ ആയുധാഭ്യാസ പരിശീലനം സമാപിച്ചു. രാജ്യമെമ്പാടുമുള്ള പ്രസിദ്ധരായ വിദ്വാൻമാർ ഹാജരായിരുന്ന സഭയിൽ ആയുധവിദ്യ പരീക്ഷിക്കുവാനുള്ള ഏർപ്പാടുണ്ടാക്കി. അനേകം മഹാരാജാക്കന്മാർ രാജകുമാരന്മാരുടെ കലാനൈപുണ്യം കാണുന്നതിന് എഴുന്നള്ളിയിരുന്നു. പരീക്ഷകന്മാർ അലങ്കരിച്ച വിശാലമായ രംഗവേദിയിൽ ഹാജരായിരുന്നു. മറ്റൊരു വേദിയിൽ ഭീഷ്മപിതാമഹനും സത്യവതിയും ഗാന്ധാരിയും കുന്തിയും ധൃതരാഷ്ട്രരും വിതുരയും സഞ്ചുരയും കൃപാചാര്യരും എന്നിവരും എരുപ്പുറപ്പിച്ചു. രാജകുമാരന്മാർ മാത്രമല്ല, അനേകം വിശിഷ്ടരായ ശിഷ്യഗണങ്ങളും പരീക്ഷണത്തിൽ പങ്കെടുക്കുവാനെത്തിയിരുന്നു. അക്കൂട്ടത്തിൽ കർണനും ദ്രോണപുത്രനായ അശ്വത്ഥാമാവും ഉണ്ടായിരുന്നു. തുടരും.